എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഫിർണിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫിർണി തയ്യാറാക്കാനായിട്ട് നമുക്ക് ബസ്മതി റൈസാണ് വേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം, ചെറിയ തരികളായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ബസ്മതി റൈസിന് പകരം ജീരകശാല റൈസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ റൈസ്. ഇതിനി ചെറിയ തരികളായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ തരികളായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനിയും കുറച്ച് പാൽ തിളപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഫുൾ ക്രീമിൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 4 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാൽ. അപ്പോൾ പാൽ ഒരു വലിയ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു മീഡിയം മധുരമായിരിക്കും. പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് സാഫ്രൺ ചേർത്ത് കൊടുക്കാം, നമ്മുടെ കുങ്കുമപ്പൂവ്. ഞാനിപ്പം സാഫ്രൺ ചേർക്കുന്നില്ല. അപ്പോൾ സാഫ്രൺ ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു മഞ്ഞ കളറും കൂടെ കിട്ടും നമ്മുടെ ഫിർണിക്ക്. അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. അപ്പോൾ പാലിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ആ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ റൈസ് നന്നായിട്ട് വേവാനായിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം റൈസ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ റൈസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ട് ആ റൈസിനെ ഒന്ന് അമക്കി നോക്കിയാൽ മതി. നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി കുറച്ചുകൂടെ ഒന്ന് തിക്കായി വേണം. നമുക്ക് ആ ഒരു പുഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് കുറച്ചുകൂടെ ഒന്ന് തിക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും, കാരണം റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇരുന്നൊന്ന് തിക്കാവും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. നമുക്കിനിയും ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ഒരു തിക്നെസ്സിലായി വന്നിട്ടുണ്ട് നമ്മളുടെ ഫിർണി. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. അപ്പോൾ ഇത് നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ എളുപ്പം ഇപ്പോൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അതുപോലെ തന്നെ ഇതിനും നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഞാൻ ഇതിന് മുന്നേ വേറെ കുറേ സ്വീറ്റിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്